ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എസ്എൽസ് അക്കാഡമി. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2003 മുതൽ 2017 വരെ നടന്ന LTC എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള നവോത്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? AKG. അടുത്ത ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ അരുവിപ്പുറം. അടുത്ത ചട്ടമ്പിസ്വാമിയുടെ കുട്ടിക്കാല പേര് എന്ന് ചോദിച്ചാൽ കുഞ്ഞൻ പിള്ള. അടുത്ത സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ അയ്യങ്കാളി. അടുത്ത 1888 നടന്ന ചരിത്ര പ്രസിദ്ധമായ സംഭവം എന്ന് ചോദിച്ചാൽ ഏതാണ്? അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. ക്ലിയർ? രണ്ട് ചോദ്യങ്ങൾ വ്യത്യസ്തമായി ചോദിച്ചതാണ്, അതുകൊണ്ടാണ് എഴുതിയത് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. ക്ലിയർ? അരുവിപ്പുറത്ത് ക്ഷേത്രം നിർമ്മിച്ചത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ ഏത് വർഷമാണ്? 1887 ക്ഷേത്രം നിർമ്മിച്ചത്. പ്രതിഷ്ഠ നടത്തിയത് 1888. ഞാൻ ഇതാ ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരു. 1888. ഏത് നദിയിൽ നിന്നെടുത്ത കല്ല് എന്ന് ചോദിച്ചാൽ നെയ്യാർ നദിയിൽ നിന്നെടുത്ത കല്ല് കൊണ്ടാണ് പ്രതിഷ്ഠ നടത്തിയത്. അടുത്ത് നോക്കാം. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ വാഗ്ഭടാനന്ദൻ. അടുത്ത ക്വസ്റ്റ്യൻ, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ പ്രതിമ കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം. ഒന്നുകൂടെ നോക്കാം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഓൾ ഇന്ത്യ ക്യാപ്റ്റൻ AKG. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം അരുവിപ്പുറം. ചട്ടമ്പിസ്വാമികളുടെ കുട്ടിക്കാല പേര് കുഞ്ഞമ്പിള്ള. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. 1888 നടന്ന ചരിത്ര പ്രസിദ്ധമായ സംഭവം എന്ന് ചോദിച്ചാൽ ഏതാണ്? അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ പ്രതിമ കേരളത്തിൽ എവിടെയാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ എവിടെയാണ്? തിരുവനന്തപുരം. അടുത്ത പോയിന്റ്, എവിടെ നിന്നാണ് AKGയുടെ നേതൃത്വത്തിൽ മദ്രാശിയിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് എന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണ്? കണ്ണൂരിൽ നിന്നാണ്. ഓർത്തു വയ്ക്കുക. അടുത്ത അയ്യങ്കാളിയെ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഗാന്ധിജി. ക്ലിയർ? അടുത്ത പോയിന്റ്, മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച കേരളീയ പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. അടുത്ത ശുദ്ധി പ്രസ്ഥാനം സ്ഥാപിച്ചായിരുന്നത് ചോദിച്ചാൽ സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ശുദ്ധി പ്രസ്ഥാനം സ്ഥാപിച്ചത്. അടുത്ത കുമാരനാശൻ എഴുതിയ വീണപ്പൂവ്, കുമാരനാശന്റെ വീണപ്പൂവ് രചിച്ചത് എവിടെ നിന്നാണ്, എവിടെ വെച്ചാണ് എന്ന് ചോദിച്ചാൽ ജൈനിമേട്. ജൈനിമേട് ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ് ജൈനിമേട്. അടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ കുട്ടിക്കാല പേര് എന്ന് ചോദിച്ചാൽ നാണു. അപ്പൊ ഒന്നുകൂടെ നോക്കാം. എവിടെ നിന്നാണ് AKGയുടെ നേതൃത്വത്തിൽ മദ്രാശിയിലേക്ക് പട്ടിണി ജാഥ നയിച്ചതെന്ന് ചോദിച്ചാൽ കണ്ണൂരിൽ നിന്ന്. അയ്യങ്കാളിയെ പുലയരാജ നിക്ഷേപിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഗാന്ധിജി. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച കേരളീയ പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചാൽ ബ്രഹ്മാനന്ദ ശിവയോഗി. അടുത്ത ശുദ്ധി പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ സ്വാമി ദയാനന്ദ സരസ്വതി. അടുത്ത കുമാരനാശൻ വീണപ്പൂവ് രചിച്ചത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ ജൈനിമേട്, പാലക്കാട് ജില്ല. അടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ കുട്ടിക്കാല പേരെന്ന് ചോദിച്ചാൽ എന്താണ്? നാണു. അടുത്ത പോയിന്റ്, ഭാരതത്തിന്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ശ്രീനാരായണ ഗുരു. ഏത് വർഷമാണ്? 1967. ക്ലിയർ? അടുത്ത CV കുഞ്ഞിരാമൻ ഏത് ദിനപത്രവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? ഏത് ദിനപത്രമാണ്? കേരള കൗമുദി. അടുത്ത ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ഏതാണ്? വൈക്കം സത്യാഗ്രഹം. ക്ലിയർ? അടുത്ത പോയിന്റ്, കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ശ്രീനാരായണ ഗുരു. അടുത്ത ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് ആരെന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭൻ. അടുത്ത പോയിന്റ്, വൈക്കം സത്യാഗ്രഹത്തിന്റെ ആദ്യ ദിവസം പങ്കെടുത്തവരാരൊക്കെയെന്ന് ചോദിച്ചാൽ 3 പേരൊക്കെയാണ് പ്രധാനികൾ എന്ന് പറയുന്നത്. കുഞ്ഞപ്പി, ബാഹുലയൻ, ഗോവിന്ദ പണിക്കർ. ഒന്നുകൂടെ നോക്കാം. ഭാരതത്തിന്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരു. വർഷം 1967. CV കുഞ്ഞിരാമൻ ഏത് ദിനപത്രവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് ചോദിച്ചാൽ കേരള കൗമുദി. അടുത്ത ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിച്ചതെന്ന് ചോദിച്ചാൽ വൈക്കം സത്യാഗ്രഹം. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു. അടുത്ത ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? മന്നത്ത് പത്മനാഭൻ. അടുത്ത വൈക്കം സത്യാഗ്രഹത്തിന്റെ ആദ്യ ദിവസം പങ്കെടുത്തവരാരൊക്കെയെന്ന് ചോദിച്ചാൽ കുഞ്ഞപ്പി, ബാഹുലയൻ, ഗോവിന്ദ പണിക്കർ. ക്ലിയർ? അപ്പോ നമ്മൾ 2003, 2005, 2007
2011, 2013, 14, 2017, 18 എന്നീ വർഷങ്ങളിൽ LDC എക്സാമിൽ ഉണ്ടായിരുന്ന നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ നോക്കിയിട്ടുള്ളൂ. ശ്രദ്ധിക്കുക, നവോത്ഥാനവുമായി ബന്ധപ്പെട്ട മാത്രം ചോദ്യങ്ങൾ, അതായത് LDC എക്സാമിലൂടെ നടന്ന ചോദ്യങ്ങൾ മാത്രമേ നോക്കിയിട്ടുള്ളൂ, ബാക്കിയൊന്നും നോക്കിയിട്ടില്ല. ഇപ്പൊ വേറെ ഒരു വീഡിയോയില് നമ്മുടെ എല്ലാ ചോദ്യങ്ങളിലും നവോത്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ടോപ്പിക്കിൽ വീണ്ടും കാണാം. താങ്ക് യു.